ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിന് ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകിയിട്ടുള്ള സ്ഥാനങ്ങൾ നിരവധിയാണ്. റമദാനിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ റമദാനിന്റെ തുടർച്ച പോലെ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 നാളുകൾ എന്ന് നമുക്ക് അനുമാനിക്കാം. അത്രത്തോളം ശ്രേഷ്ഠതകൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രവുമല്ല, ശർഈയായ അമലുകളും ശർഈൽ അറിയപ്പെട്ട സംഭവങ്ങളും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മളൊന്ന് പരിധി കഴിഞ്ഞാൽ ഒരു പൊതു തത്വം റമദാനിനെയും ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നിടത്ത് കാണപ്പെടുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ 30 എന്ന കണക്ക് കാണുന്നതിനേക്കാൾ സാധാരണയിൽ 40 അല്ലെങ്കിൽ 4 എന്ന തോതിലുള്ള കണക്കുകളാണ് കാണപ്പെടുന്നത്. ഒന്ന് വിശദീകരിച്ചു പറഞ്ഞാൽ, ചില ഉദാഹരണങ്ങളിലൂടെ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കളിമൺ സത്തയിൽ അഥവാ മൂശയിൽ കിടന്നത് 40 വർഷമാണ്. ഭൂമിയിൽ ഇറങ്ങുമ്പോൾ മഹാനവറുകളുടെ വയസ്സ് 40 ആണ്. മഹാനവറുകൾക്ക് ഉണ്ടായ മക്കളുടെ എണ്ണം 20 ആണും 20 പെണ്ണുമാണ്. അതിൽ കാബീല് ഹാബീലിനെ കൊല്ലുന്ന നേരത്ത് 19 ആൺമക്കൾ എന്നുള്ളടത്ത് പിന്നീട് ജനിച്ച ആള് ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ 20 ആണും 20 പെണ്ണും എന്ന നിലയിൽ 40 മക്കളാണ്. മഹാന്മാരായ അമ്പിയാക്കൾക്ക് നുബുവത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രായം എന്നത് 40 വയസ്സാണ്. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള കാലഘട്ടത്തിലെ പ്രായം 40 വയസ്സാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാൽ ഭൂമിയിൽ വിളയാടുന്ന ദിവസങ്ങൾ 40 എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമിയിൽ നടത്തപ്പെടുന്ന ഭരണം 40 കൊല്ലമാണെന്നും 40 ദിവസമാണെന്നും അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ആദ്യം ഊതി. ഇനി രണ്ടാമത്തെ ഒരു ഊത്തുണ്ട് പുനർജീവിതത്തിന് വേണ്ടിയിട്ടുള്ളത്. ഈ 2 ഊതലുകളുടെ ഇടയിൽ ഉള്ള കാലം ബൈനൻ നഫഖതൈൻ 40 എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 എന്നാ പറഞ്ഞത്. 40 ദിവസമാവാം, 40 കൊല്ലാവാം. പിന്നെ കാണാം ഖബറിൽ ചോദ്യം ആവർത്തിക്കപ്പെടുന്ന ദിവസങ്ങൾ 40 ദിവസം. അതുകൊണ്ടാണ് മരണാനന്തരം 40 വരെ ഖബർ സിയാറത്തും ദുആയും ഒക്കെ മയ്യത്തിന് വേണ്ടി കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി ശർഈൽ മഹാന്മാരായ ഫുഖഹാൽ പറയപ്പെട്ടിട്ടുള്ള നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിധി എന്നത് 40 ദിവസമാണ്. ഖുർആന്റെ ഖത്തം ഓതാൻ 40 ദിവസം. പിന്നെ ജുമുഅ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവേണ്ട ആളുകളുടെ എണ്ണം പറഞ്ഞു കൊടുത്ത് 40 പേരാണ്. മുഅ്മിനീങ്ങൾ ഒത്തുകൂടുമ്പോൾ അവർക്കിടയിൽ ഒരു വലിയ ഉണ്ട് എന്ന് പറഞ്ഞത് 40 മുഅ്മിനീങ്ങൾ എന്ന കണക്കിലാണ്. അതായത് ഒരു വലിയ 40 മുഅ്മിനീങ്ങളുടെ ഇടയിലാണ് ഉണ്ടാവുക. 40 ആണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ ജീവിച്ചു, ഹറാമുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി 40 ദിവസം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൻ അഖ്ലസ ലില്ലാഹി 40 സ്വബാഹ 40 ദിവസം ഒരാള് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു തെറ്റും ചെയ്യില്ല എന്ന തീരുമാനത്തെ 40 ദിവസം നിലനിർത്തി കൊണ്ടുപോന്നു കഴിഞ്ഞാൽ 41ന്റെ അന്ന് മുതൽക്ക് അവന്റെ വായിൽ തോന്നിവാസ വർത്തമാനങ്ങൾ വരില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആത്മീയ തർബീയത്തിന് വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് 40 എന്ന കണക്കാണ്. ഇനി നോക്കൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രധാന ഒരു ചർച്ചയാണ് സ്ത്രീകളുടെ പ്രസവരക്തം
മുറിയാൻ സാധാരണ വേണ്ട ഒരു ശുദ്ധിയുടെ കാലയളവ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഫിഖ്ഹിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാധാരണ എന്നത് 40 ദിവസമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മീഖാത്തിന് വേണ്ടി, അള്ളാഹു നിയോഗിച്ച മീഖാത്തിന് വേണ്ടി 30 പൂർണ്ണമല്ല 10 കൂടി കൂട്ടി 40 പൂർത്തീകരിച്ചത്, 10 കൂട്ടിച്ചേർത്ത് 40 പൂർത്തീകരിച്ചത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. 40 ദിവസം. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة. മീഖാത്ത് പൂർണ്ണമാവാൻ 40 ദിവസമെന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞു. അപ്പൊ 40 ദിവസം. ഇനി പോരാ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 40 പൂർത്തീകരിച്ചത് തഫ്സീറുൽ ജലാലൈനി പറയുന്നത് ദുൽഹിജ്ജയിലെ ആ ആദ്യത്തെ 10 ദിവസങ്ങളും കൂടി കൂട്ടി തൊട്ടു മുമ്പുള്ള ദുൽഖഅദയുടെ 30 ദിവസത്തോട് ചേർത്താണ്. അങ്ങനെയാണ് 40 പൂർത്തിയായത് എന്നാണ് പറയുന്നത്. ധാരാളം മുഫസ്സിരിങ്ങൾ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ആസിയ മറിയം റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരെ 4 പേരെയാണ് സ്വർഗവനിതകളുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 40 ഓർ 4. ഇനിയോ ഖലീഫമാർ എത്ര പേരാണ്? ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. ഇനി അതോടൊപ്പം തന്നെ അസ്സലാത്തു നാരിയ ചൊല്ലുന്നത് 4444 എന്ന കണക്കിലാണ്. മഹാന്മാരുടെ ചില റിയാദകൾക്ക് പറയപ്പെട്ടിട്ടുള്ള 40 എന്ന് പറയുന്ന കണക്ക്. അതുപോലെ തന്നെ മഹാന്മാരായ മലക്കുകൾ മുഖറബുൽ അംലാക്ക് എന്ന് പറയപ്പെടുന്നത് 4 പേരെയാണ്. അതുപോലെ തന്നെ റമദാനിനോട് ചേർന്ന് ദുൽഹിജ്ജയുടെ 10 കൂടി കൂട്ടുമ്പോൾ 40 എന്ന് പറയുന്ന ഒരു പീരീഡ്. ഇങ്ങനെ പലതും നോക്കിയാൽ ഒരുപാട് 40ഉം 4ഉം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റമദാനിന്റെ 30 എന്നുള്ളടത്ത് അതവിടെ തീർന്നിട്ടില്ല എന്നങ്ങ് ചുരുക്കം. റമദാൻ തീർന്നു, പക്ഷേ ഒരു ശ്രേഷ്ഠതയുടെ പ്രവാഹം ഇനിയും ഉണ്ടെന്ന് തോന്നിക്കാണ് ദുൽഹിജ്ജയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ. അതാണ് വിഷയം. നമ്മൾ അനുമാനിക്കുമ്പോൾ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ആദ്യത്തെ 10 ദിവസം റമദാനിന്റെ അവസാനത്തോട് ചേരേണ്ടതുപോലെ എന്ന് തോന്നിച്ചു പോവുകയാണ്. എന്ന് മാത്രമല്ല, റമദാനിന്റെ നോമ്പ് കാലത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിഫല പ്രവാഹം പറയപ്പെട്ടിട്ടുള്ളത് അവസാനത്തെ 10 ദിവസം. അതിനുശേഷം പിന്നെയും ഒരു 10 ഒരു പ്രതിഫല പ്രവാഹത്തിന് വേണ്ടി, അമലിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടു എന്ന് ശറഇൽ ചർച്ചയുള്ളത്, ഹദീസിലുള്ളത്. അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണ്. റമദാന്റെ പ്രത്യേകത നോമ്പാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10നും നോമ്പാണ്. അതുപോലെ തന്നെ റമദാൻ അവസാനിച്ചത് പെരുന്നാളോടുകൂടെ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 അവസാനിച്ചതും പെരുന്നാളോടുകൂടെ. അപ്പോ റമദാനിന്റെ അവസാനം ശ്രേഷ്ഠത കൂടുതലുള്ള പോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യ 10നും ശ്രേഷ്ഠത കൂടുതൽ ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വൽ മുഖ്താറു അന്ന അയ്യാമ ഹാദിഹിൽ അശ്രി അഫ്ളലു ലിയൗമി അറഫ. അറഫയുടെ പകല് ഉണ്ടെന്ന നിലക്ക് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത കൂടുതലാണ്. പകൽ എന്ന നിലയിൽ ശ്രേഷ്ഠത മുഴുവനും വന്നിരിക്കുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നതിന്റെ പേരിൽ രാവിന്റെ ശ്രേഷ്ഠതയാൽ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾ ശ്രേഷ്ഠമായി നിൽക്കുന്നു. കാരണം ലൈലത്തുൽ ഖദ്റിനെ അവസാനത്തെ 10 പ്രതീക്ഷിക്കാനുള്ളത് കൊണ്ട്. എന്റെ വക പറഞ്ഞതല്ല, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ മിർഖാത്തുൽ മഫാത്തിഹൊക്കെ ഇതൊക്കെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത കാണപ്പെടുന്ന, ഒരു വലിയ കൂലി കാണപ്പെടുന്ന ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം. 10ന്റെ അന്ന് പെരുന്നാളാണ്. 11ഉം 12ഉം 13ഉം പെരുന്നാൾ തന്നെയാണ്. അപ്പൊ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം, ആദ്യത്തെ 10-ലുള്ളതായ നോമ്പുകൾ, അതായത് 9 ദിവസത്തെ നോമ്പ്, ദുൽഹിജ്ജ നോമ്പെടുക്കുന്ന ആളുകൾ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദുൽഹിജ്ജ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കാലമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 നോമ്പ്. അപ്പൊ ചോദിക്കും, മുഹറമിന്റെ ആദ്യത്തെ 10 അതും ശ്രേഷ്ഠത ഉണ്ട് എങ്കിൽ പോലും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലും ഹദീസിന്റെ അവതരണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 നോമ്പിന്റെ പ്രതിഫലത്തിന് ശേഷമാണ് മറ്റു സുന്നത്ത് നോമ്പുകളുടെ പ്രതിഫലത്തെ കാണാൻ കഴിയൂ. ദുൽഹിജ്ജ മാസത്തിൽ കാലങ്ങളായി നോമ്പെടുക്കുന്ന ഒരുപാട് നമ്മുടെ പൂർവികരായ
ആളുകളിൽ നിന്നും പഠിച്ചെടുത്തത് അതുപോലെ പ്രാവർത്തികമാക്കുന്ന കാരണവന്മാരും നല്ലവരായ മുഅ്മിനീങ്ങളും നമുക്ക് കാണാൻ കഴിയും. ദുൽഹിജ്ജ നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളെ വേഗം പറയാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള അടിമകളെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അങ്ങനെയാണ് വസ്തുത. ദുൽഹിജ്ജയുടെ 6 കാര്യങ്ങൾ അറിയണം. 1, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഒന്നാമത് അറിഞ്ഞിരിക്കാതെ. അപ്പൊ നമ്മൾ ആ അറിവോടുകൂടെ നോമ്പെടുക്കുമ്പോൾ അതിന്റെ ഒരു ആത്മീയാനുഭൂതി വേറെ തന്നെയാണ്. രണ്ടാമത്തേത്, അറഫ നോമ്പിന്റെ കൂലി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കൂലി പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു നോമ്പ് വേറെ കാണാനില്ല. ഒരൊറ്റ ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് ഇത്രയും കൂലി കിട്ടുന്ന നോമ്പ് വേറെ പറഞ്ഞിട്ടില്ല. ഒന്ന് അറിഞ്ഞിരിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവേശത്തിന്, ഒരു പ്രേരണയ്ക്ക്, ആത്മീയമായ ഒരു ആനന്ദത്തിന് അത് വലിയ ഘടകമാണ്. മൂന്നാമത്തേത്, ദുൽഹിജ്ജയുടെ 9 അന്നാണല്ലോ അറഫ നോമ്പ്. അതുപോലെ തന്നെ അതിന്റെ തലേ ദിവസം ദുൽഹിജ്ജ 8 നോമ്പും ശക്തമായ സുന്നത്താണ്. അതാണ് മൂന്നാമത് അറിയേണ്ട കാര്യം. നാലാമത്തേത്, റമളാനിന്റെ നോമ്പിന് സൂക്ഷ്മതകൾ എന്തൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ടോ അതല്ല അതിനപ്പുറം എല്ലാം റമളാന്റെ നോമ്പിന്റെ സൂക്ഷ്മതകൾ മുഴുവനും ദുൽഹിജ്ജയുടെ ഏത് നോമ്പിനും വേണം, പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസത്തെ നോമ്പിന് വേണം. നാലാമത്തേത് അതാണ്. അഞ്ചാമത്തേത്, നിയ്യത്ത് വെക്കുമ്പോൾ ഫർള് ഖളാ വീട്ടാനുള്ളവർക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താൻ ഫർള് ഖളാ വീട്ടുന്നു എന്ന നിയ്യത്ത് തലേ രാത്രി വെക്കുക എന്നുള്ളതാണ്. ആറാമത്തേത്, ശരീരത്തിന് ആഫിയത്ത് പ്രധാന ഘടകമാണ്. സുന്നത്ത് നോമ്പ് എടുത്തിട്ട് രോഗം വരുത്തി വെക്കാനോ അപകടം വരുത്തി വെക്കാനോ ശർഇൽ അനുവാദം ഇല്ല. ആരോഗ്യമുള്ളവരെ ഏൽപ്പിച്ചിട്ടുള്ള അമലാണ് നോമ്പ്. ഇങ്ങനെ 6 കാര്യങ്ങളെ ഒന്നൊരൽപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കാണ്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത് പറഞ്ഞു, ദുൽഹിജ്ജ നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞു, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇബാദത്ത് റബ്ബ് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറയുന്ന അമൽ, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് നോമ്പ്. പ്രത്യേകിച്ച് അത് എടുക്കപ്പെടുന്ന കാലം എന്നത് ദുൽഹിജ്ജ 1 മുതൽക്ക് 10 ഉള്ളിൽ വരുന്ന ആ 9 ദിവസങ്ങളിലാണ്. അപ്പൊ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. ഹദീസ് അത് സംബന്ധമായി കാണാം. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അൻ യുതഅബ്ബദ ലഹു ഫിഹാ മിൻ അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിൽ അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, അങ്ങനെ ഇബാദത്ത് ചെയ്യൽ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ അതേ ഹദീസിൽ തന്നെ ബാക്കി പറയുന്നത്, യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങളിലെ ഒരു നോമ്പ് 1 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം നൽകുന്നു. അങ്ങനെയെങ്കിൽ 9 ദിവസത്തെ നോമ്പ് കൊണ്ട് 9 വർഷത്തെ പ്രതിഫലം കിട്ടും എന്ന് മാത്രമല്ല, 9ാമത്തെ ദിവസത്തിന്റെ നോമ്പിന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തിന്റെയും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അറഫാ നോമ്പിന്റെ ഒരു പ്രത്യേകത, വരാനുള്ള ഒരു വർഷത്തിൻ്റെതും കൂടി അഡ്വാൻസ് പറയുമ്പോ ദുൽഹിജ്ജയുടെ ഓരോ നോമ്പ് കൊണ്ടും 9 എന്ന കണക്കിൽ, ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസമുള്ള നോമ്പ്, ആ ഓരോ നോമ്പ് കൊണ്ട് 9 എന്ന കണക്കിൽ 9 വർഷത്തെയും 9ാമത്തെ നോമ്പായ അറഫാ ദിവസത്തിന്റെ നോമ്പിന് കിട്ടുന്ന പ്രതിഫലം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹി യുകഫിറ സനതല്ലത്തി ഖബ്ലഹു വസ്സനതല്ലത്തി ബഅദഹു. വരാനുള്ള ഒരു വർഷത്തെയും പാപം പൊറുക്കുമെന്നാ പറഞ്ഞത്. അതായത് വരാനുള്ള ഒരു വർഷത്തിന്റെയും പ്രതീക്ഷയാണ് അറഫാ നോമ്പിന്റെ. അപ്പോ 9 കൊല്ലം എന്നതിന്റെ കൂടെ തന്നെ വരാനുള്ള ഒരു വർഷത്തിൻ്റെത് 10ാമത്തെ കൊല്ലമായി അറഫയുടെ നോമ്പിൽ ഉണ്ട്
അപ്പൊ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസത്തെ നോമ്പ് കൊണ്ട് 10 കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നൽകാം. വരാനുള്ള ഒരു വർഷത്തിന്റെ പാപവും പൊറുക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന്റെ നേട്ടമാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പ് കൊണ്ടുള്ള നേട്ടം പാപം പൊറുക്കലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം നൽകലാണ്. അപ്പൊ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 9 നോമ്പ് കൊണ്ട് 10 ദിവസത്തെ പരിഗണനയാൽ 10 വർഷത്തെ കൂലിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹദീസ് അങ്ങനെയാ. ഇമാം തുർമുദി അവിടുത്തെ ജാമിഇൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഒന്നുകൂടി പറയാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ ഹബ്ബ ഇലല്ലാഹ് അൻ യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽ ഹിജ്ജ. റബ്ബിന് തന്റെ അടിമ ഇബാദത്ത് ചെയ്യുന്നതിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കാലം അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ നോമ്പാണെന്ന് തുടർന്ന് പറയാം. യഅദിലു സിയാമി കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന. പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ സുന്നത്തായ 9 ദിവസത്തെ നോമ്പുകളിൽ ഒരു നോമ്പ് കൊണ്ട് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാണ്. വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തുൽ ഖദ്രി. രാത്രിയിലെ ഇബാദത്ത് കൊണ്ട് ഒരാൾ ഹയാത്താക്കിയാൽ എല്ലാ രാത്രിക്കും ലൈലത്തുൽ ഖദ്റിന്റെ പരിഗണന. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പകലിലെ നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലി, രാത്രിക്ക് ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം. മറ്റൊരു ഹദീസിൽ കാണാം ഹബീബായ നബി തങ്ങൾ 9 ദിവസവും നോമ്പെടുത്തിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്. സയ്യിദുൽ ബക്രി ആനത്തിൽ പറയുന്നുമുണ്ട്. കാന യസൂമു തിസ്അ ദിൽഹിജ്ജ. ദുൽഹിജ്ജയുടെ 9 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്നു, അറഫാ നോമ്പിന്റെ കൂലി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ കൂലി പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു ഒറ്റ ദിവസത്തെ നോമ്പ് എന്നത് വേറെയില്ല. ഒറ്റ ദിവസത്തെ നോമ്പോട് ഇത്രയും കൂലി. ചില ആളുകൾ അറഫയുടെ നോമ്പ് പിടിക്കാറുണ്ട്. സാന്ദർഭികമായി പറയാം, യൗമു അറഫ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 9ാമത്തെ ദിവസത്തിന്റെ പേരാണ്. യൗമു അറഫ എന്നത് ദുൽഹിജ്ജ 9ാമത്തെ ദിവസത്തിന്റെ പേരാണ്. ആ ദിവസത്തിൽ നോമ്പെടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചില ആളുകൾ പറയും അറഫയിലെ ഹാജിമാര് കൂടുന്ന എന്നാണോ അന്ന് നോമ്പെടുക്കണം. അങ്ങനെയല്ല. അറഫയിലെ ഹാജിമാര് കൂടട്ടെ കൂടാതിരിക്കട്ടെ, അറഫയിലേക്ക് പോണവർക്ക് നോമ്പില്ലല്ലോ. നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അറഫയിൽ ഇല്ലാത്തവരോടാ. അറഫയിൽ ഇല്ലാത്തവരോട് പറഞ്ഞിട്ടുള്ളത് ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നോമ്പെടുക്കാൻ. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തിന് പറയപ്പെടുന്ന പേര് അറഫ ദിവസം. ആ ദിവസത്തിന്റെ പേരാണ് അറഫ ദിവസം. എന്തുകൊണ്ടാ പേര് വെക്കാൻ കാരണം എന്നത് മറ്റൊരു ചർച്ചയാണ്. നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ പേര് വെക്കൽ ഒരു ചർച്ചയല്ല. കാരണം പേര് വെക്കല് അറഫാ ദിവസം എന്ന് പറയപ്പെടുന്ന ആ ദിവസം ഹാജിമാർ അറഫയിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് അറഫാ ദിവസം എന്ന് പറയുന്നു. ആ പോകുന്ന ഹാജിക്കാണെങ്കിലോ നോമ്പ് സുന്നത്തുമില്ല. അപ്പോൾ പോകാത്തവനോട് നോമ്പിന്റെ കാര്യം പറഞ്ഞിട്ട് നോമ്പ് സുന്നത്തില്ലാത്തവർ അവർ സംഗമിച്ചു എന്ന കാരണത്തെ കാണിക്കേണ്ടതില്ല. നമ്മോട് പറഞ്ഞത് ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നോമ്പെടുക്കാനാണ്. സ്വാഭാവികമായ ആ ദിവസത്തിന്റെ പേര് യൗമു അറഫ എന്നാണ്. അപ്പോ ആ പേര് ഉണ്ടായതിന്റെ പേരിൽ അറഫയിൽ സംഗമിക്കുന്ന അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന ഒരു പറച്ചില് ബിദ്അത്തിന്റെ പേരിൽ വന്നുകൂടിയതാണ്. പിന്നെ നമുക്ക് അതിന്റെ തലേ ദിവസം നോമ്പ് സുന്നത്തുണ്ടല്ലോ, യൗമു തർവിയ എന്നല്ല. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 1ാമത്തെ ദിവസം മുതൽ 9 ദിവസവും കൂടിയത് നമുക്ക് നോമ്പ് സുന്നത്താണല്ലോ. പിന്നെ എന്തിനായി തർക്കിക്കാൻ നിൽക്കുന്നു? അപ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കൃത്യമായ നിലപാട് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നമ്മുടെ നാട്ടിൽ എന്നാണോ 9 അന്നാണ് അറഫ ദിവസം എന്ന നിലയില്, അല്ലെങ്കിൽ ദുൽഹിജ്ജയുടെ 9 എന്ന നിലയിൽ നമ്മൾ നോമ്പെടുക്കേണ്ടത്. ഹാജി സംഗമിക്കുന്നതിലേക്ക് നോക്കേണ്ടതില്ല. ഹാജി സംഗമിക്കുന്നത് നോമ്പിന്റെ പേരിലല്ല, ഹാജി സംഗമിക്കുന്നത് ഹജ്ജിന്റെ പേരിലാണ്.
അദ്ദേഹത്തിന് അന്ന് അവിടെ നോമ്പ് സുന്നത്തില്ല. ഞാൻ ആ വിഷയം വിടുന്നു. ഏതായാലും ദുൽഹിജ്ജയുടെ 8 അന്ന് യൗമുത് തർവിയ, അന്ന് നമുക്ക് നോമ്പ് ശക്തമായ സുന്നത്താണ്. അന്നും നോമ്പ് ശക്തമായ സുന്നത്താണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം 8-ാമത്തെ ദിവസം സാമ യൗമത് തർവിയ, ദുൽഹിജ്ജയുടെ 8-ാമത്തെ ദിവസം ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം അഅതാഹുല്ലാഹു സവാബ സബ്രി അയ്യൂബ അലൈഹിസ്സലാം അലാ ബലാഇഹി. 18 വർഷം അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത ബലായിൽ, ആ ബുദ്ധിമുട്ടിൽ ക്ഷമിച്ച് സഹിച്ച് കിട്ടിയ കൂലി എത്രയോ ആ കൂലി കിട്ടാൻ ദുൽഹിജ്ജയുടെ 8 അന്നത്തെ നോമ്പ് കൊണ്ട് സാധ്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സാമ യൗമ അറഫ, ദുൽഹിജ്ജ 9 അന്ന് ആരെങ്കിലും നോമ്പെടുത്താൽ അഅതാഹുല്ലാഹു സവാബ മിസ്ലി ഈസ അലൈഹിസ്സലാം. ഈസ നബി തന്റെ സമൂഹത്തിൽ ദഅവത്ത് ചെയ്തപ്പോൾ അനുഭവിച്ച വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു കൊടുത്ത കൂലി എന്തോ ആ കൂലിയാണ് ദുൽഹിജ്ജയുടെ 9 അന്ന് നോമ്പെടുക്കുന്ന ആൾക്ക് റബ്ബ് നൽകുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, യൗമ അറഫ, അതായത് ദുൽഹിജ്ജ 9 അന്നത്തെ നോമ്പ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് സിയാമു യൗമി അറഫ, ദുൽഹിജ്ജ 9 അന്നത്തെ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അഹ്തസിബു അലല്ലാഹി, റബ്ബ് ചെയ്തു തരുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്, അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹു വസ്സനത്തല്ലത്തി ബഅദഹു, കഴിഞ്ഞ കാലത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അങ്ങനൊരു പ്രതിഫലത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. വയുസന്നു മുതഅക്കദൻ സൗമു യൗമി അറഫ, അറഫ ദിവസം ദുൽഹിജ്ജ 9 അന്ന് നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ദുൽഹിജ്ജ 8-നും നോമ്പ് ശക്തമായ സുന്നത്താണ്. വയുതഅക്കദു യൗമുസ് സമാനിയ ഖബല, അറഫ ദിവസത്തിന്റെ ദുൽഹിജ്ജ 9 തലേന്ന് 8 നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. ഇആനത്തിൽ അത് കാണാം. ഫഅലൈഹി യകൂനു الثامن مطلوبا من جهتين جهة الاحتياط لعرفة وجهة دخوله في العشر غير العيد. 2 നിലക്കാണ് ശക്തമായ സുന്നത്ത് 8 അന്ന് വരുന്നത്. ഒന്ന്, അത് അറഫ ദിവസത്തിന്റെ സൂക്ഷ്മതയെ പാലിക്കാൻ വേണ്ടിയും, 2 ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽപ്പെട്ട ദിവസമാണെന്ന പരിഗണനയിലും. അതുപോലെ തന്നെ അറഫ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം നോമ്പ് ശക്തമായ സുന്നത്തായത് 2 നിലക്കാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണല്ലോ, അന്ന് അമലിന് കൂലി കൂടുതലുണ്ടല്ലോ, ആ നിലയിലും. അതുപോലെ തന്നെ അത് അറഫയുടെ ദിവസം എന്ന് പറയപ്പെടുന്ന ദിവസമായി പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ പേരിലും ആണ്. അങ്ങനെ ഈ 2 ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ച് നമ്മൾ പ്രതിഫലത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. 4-ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് റമദാന്റെ നോമ്പിന്റെ സൂക്ഷ്മതകളൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇദാകാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നാവ് കൊണ്ടുള്ള അപരാധങ്ങൾ വരാതെ, കണ്ണിന്റെ ലീലാവിലാസങ്ങൾ തെറ്റുകളിലേക്ക് എത്തിക്കാതെ, കാത് കേട്ടത് തിന്മയാവാതെ, ആ രീതിയിൽ സൂക്ഷ്മതയെ, ഇൻഷാ അല്ലാഹ് അത് വഴിയെ ഞാൻ പറയാം, ആ രീതിയിൽ സൂക്ഷ്മതയെ നമ്മൾ പാലിക്കണം. സൂക്ഷ്മത നിർബന്ധമാണ്. നോമ്പ് ഒഴിവായൊരു കാലം മനുഷ്യരിലില്ല. നോമ്പ് ഒഴിവായിട്ടൊരു കാലമില്ല. എന്തുകൊണ്ടാ? ഈ സൂക്ഷ്മത പഠിപ്പിക്കലാണ്. നോമ്പ് ഒഴിവായ ഒരു കാലം മനുഷ്യ ജീവിതത്തിലില്ല. ഭൂമിയിൽ അങ്ങനെ ഒരു കാലമില്ലേ? എന്തുകൊണ്ടാ? സൂക്ഷ്മതയിൽ ജീവിക്കേണ്ട ജീവിത ചിട്ടകൾ ഭൂമിയിലുണ്ട്, നിയമങ്ങളുണ്ട്. മതനിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ മനുഷ്യൻ ഭൂമിയിൽ നിർബന്ധിതനാണ്. അങ്ങനെയെങ്കിൽ സൂക്ഷ്മതയ്ക്ക് നോമ്പെന്ന് പറയുന്ന അമൽ ഉണ്ടായേ പറ്റൂ. സയ്യിദന ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വന്നിട്ട് നോമ്പെടുത്തു എന്നാ ചരിത്രത്തിലുള്ളത്. ആദം നബിയെ സംബന്ധിച്ചിടത്തോളം കറുത്ത വാവിന്റെയും വെളുത്ത വാവിന്റെയും നോമ്പാണ് എടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, റമദാനിന്റെ നോമ്പിന് എന്ത് പ്രതിഫലമാണോ അതേ പ്രതിഫലത്തിലും പവിത്രതയിലുമുള്ള സ്ഥാനത്താൽ കൽപ്പിക്കപ്പെട്ട ഒരു 30 ദിവസം ആദം നബിക്ക് നോമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നവരുണ്ട്.
വയറ്റിൽ കിടക്കുന്ന സ്വർഗത്തിലെ ആ കനി ദഹിച്ചു പോകാൻ വേണ്ടിയിട്ട് ആദം നബിക്ക് നോമ്പായിരുന്നു എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. യുക്തിപരമായ ഏത് ന്യായീകരണങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചാലും ഈ ചരിത്രത്തിൽ ആദം നബി നോമ്പിൽ നിന്നും ഒഴിവല്ല. നോമ്പിന്റെ ചരിത്രം, നോമ്പിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും നോമ്പുണ്ട്, നിങ്ങൾക്കും ഫർളാണ്, മുമ്പുള്ളവർക്ക് ഫർളായ പോലെ. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതകൾ പാലിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി എന്ന്. എന്താ നോമ്പ് കൊണ്ട് കിട്ടുന്ന സൂക്ഷ്മത? നോമ്പിനെ കുറിച്ചുള്ള പൊതുവേ ഉള്ള മതപരമായ കാഴ്ചപ്പാട് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, ഒരു ഖുദ്സിയായ ഹദീസ്. എന്താണ് ഖുദ്സിയായ ഹദീസ്? പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, ആദം സന്തതി ചെയ്യുന്ന എല്ലാ അമലിനും പ്രത്യേകം കൂലി അവന് കൊടുക്കും, നോമ്പൊഴിച്ച്. നോമ്പ് എനിക്കുള്ളതാ, അതിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല. അള്ളാഹു അവന്റെ അടുക്കൽ വെച്ചിരിക്കുന്ന ഏതോ ഒരു വലിയ കൂലിയാ ഉള്ളത്. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഞാൻ അതിന് സ്പെഷ്യലായി കൂലി നൽകുന്നതാണ്. നോമ്പിന്റെ പ്രതിഫലം അവാജ്യമാണ്, തുല്യമാണ്, ആർക്കും കണക്ക് കൂട്ടാൻ കഴിയില്ല. നോമ്പ് മനുഷ്യനെ സംസ്കരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നോമ്പിനെ മാനിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നിടത്ത് സൂക്ഷ്മത വേണം. ഉച്ചത്തിൽ പോലും സംസാരിക്കില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റമദാനിന്റെ സൂക്ഷ്മത ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാൻ നമ്മൾ ഓരോ ദിവസവും പരിശീലിക്കണം. ഒരൊറ്റ നോമ്പ് കബൂലായ മതി, നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരം അള്ളാഹു മാറ്റി നിർത്തുന്ന. സ്വർഗത്തിലെപ്പ അവനുള്ളത്, അവൻ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്നും 70 കൊല്ലം ഇനി സഞ്ചരിച്ചാൽ ആ നരകത്തിന്റെ അരികിൽ, നരകത്തിന്റെ സമീപത്തെത്തും. അങ്ങനെയാണ് പുണ്യ നബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു നഫ്സഹു അനിൻ നാരി 70 ഖരീഫ. സ്വഹീഹ് മുസ്ലിം. അല്ലാഹു പൊരുത്തപ്പെട്ട ഒറ്റ നോമ്പ് കിട്ടിയാൽ മതി, സൂക്ഷ്മതയുള്ള നോമ്പ്. 70 വർഷം നരകത്തിൽ നിന്നും അവന്റെ ശരീരത്തെ അകറ്റി. അങ്ങനെയെങ്കിൽ ഒരു 10 നോമ്പ് പിടിച്ചാൽ 70 എന്നുള്ളത് 10 കൊല്ലം കൂടി 10 ഇരട്ടിയാവുമ്പോൾ 700 കൊല്ലം അവൻ നരകത്തിൽ നിന്നും അകന്നു. നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച എല്ലാ നോമ്പും അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബിന് വലിയ ഇഷ്ടാ നോമ്പ്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിച്ചല്ലോ, നിന്നെ കാണാൻ എന്താ യോഗ്യത? തജൂഉ തറാനി, ഒന്ന് വയറ് വിശന്നാ മതി എന്നെ കാണാൻ പറ്റുമെന്ന് അള്ളാഹുവിന്റെ മറുപടി ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ അത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ശരീരത്തിന്റെ നികുതി അള്ളാഹു സ്വീകരിക്കുന്നത്, അതിനുള്ള സംവിധാനം വെച്ചിരിക്കുന്നത് നോമ്പിലൂടെയാണ്. ലികുല്ലി ശൈഇൻ സകാ വസകാത്തുൽ ജസദി അസ്സൗം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ആ ഹദീസ് പറയുന്നതായി കാണാം. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സക്കാത്ത് ഏത് നിലയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാലും നന്മകൾ ഏറെ കാണപ്പെടുന്ന, മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു വലിയ തത്വം നോമ്പിലൂടെ അള്ളാഹു കൊണ്ടുവരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാന്റെ സൂക്ഷ്മതകൾ മുഴുവനും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ നോമ്പിൽ കൊണ്ടുവരണം. ദുൽഹിജ്ജ മാസത്തിലെ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം നിയ്യത്ത് ശ്രദ്ധിക്കാം. എങ്ങനെ നിയ്യത്ത്? ഫർദ് ഖളാ വെട്ടുന്ന ആളുകൾ ഫർദ് ഖളാ വെട്ടുന്നു എന്ന നിയ്യത്താണ് വെക്കുന്നതെങ്കിൽ രാത്രി തന്നെ വെക്കണം. സുന്നത്ത് നോമ്പുകൾക്ക് പിറ്റേ പകലിൽ ളുഹറിന് മുമ്പായി നിയ്യത്ത് വെച്ചാലും മതി, ആ ളുഹർ വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ ഫർദ് ഖളാ വെട്ടുന്ന ആളുകൾ അത് ഖളാ വെട്ടുക എന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം. നിലവിൽ സുന്നത്തിനുള്ള എല്ലാ പ്രതിഫലവും കിട്ടും, അതോടൊപ്പം തന്നെ ഫർദ് ഖളാ വീട്ടുക എന്ന അമലും കൂടി അവിടെ നടക്കും. അപ്പോൾ നോമ്പിന് കൂലി കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾ ഖളാ വെട്ടുന്നവർ തലേ രാത്രി തന്നെ നോമ്പിന്റെ നിയ്യത്ത് വെച്ചേ പറ്റൂ. കാരണം ഫർദ് എന്ന നോമ്പാകുമ്പോ അത് നിയ്യത്ത് തലേ രാത്രിയിൽ വെക്കുക എന്ന നിബന്ധനയിൽ പെട്ടിരിക്കുന്നു.
ആ രീതിയിൽ ഖാല ശൈഖുനാ കശൈഖിഹി വല്ലദി യത്തജിഹു അന്നൽ ഖസ്ദ ബിവുജൂദു സൗമിൻ ഫീഹാ ഫഹിയ കത്തഹിയ. അപ്പോൾ ഫർളിന്റെ ഖളാ വിട്ടുന്ന നിയ്യത്ത് വെക്കുന്ന ആളുകൾ ഇനി സുന്നത്തിൻ്റെത് പ്രത്യേകം കരുതേണ്ടതില്ല എന്നുള്ളതാണ് മഹാന്മാരായ ഫുഖഹാ പറയുന്നത്. ഇനി കരുതി എന്ന് വെച്ചോ ഫൈന്നവ, ഇനി കരുതി എന്ന് വെച്ചോ ഫൈന്നവ തതവ്വുഅ, സുന്നത്തിനെയും കരുതി എന്ന് വെച്ചാൽ പ്രശ്നമില്ല. ഹസല വഇല്ല സഖത അൻഹു തലബു, കരുതി എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, കൂലി കിട്ടും. കരുതിയില്ലെങ്കിലും കരുതിയ പോലെ തന്നെയുള്ള എല്ലാ രീതിയിലുള്ള അംഗീകാരങ്ങളും കിട്ടും. എന്തുകൊണ്ട് നീ ആ ദിവസത്തെ നോമ്പ് കൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യം അവനിൽ നിന്നും ഇല്ലാതെ ആവുകയും ചെയ്യും. ഫത്ഹുൽ മുഈൻ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, സുന്നത്ത് നോമ്പാണ്, ആരോഗ്യം കളയാൻ പാടില്ല, ആഫിയത്ത് ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാം വളരെ കർശനമായി തന്നെ പറയുന്നുണ്ട്. സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. ഫറള് നോമ്പാണെങ്കിലും രോഗിക്ക് നിർബന്ധമില്ലല്ലോ. ചില ആളുകളുണ്ട് നോമ്പെടുത്തിട്ട് അങ്ങ് ശരീരത്തെ വല്ലാതാക്കി കളയാം. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ ഏറെ ചർച്ചകൾ കൊണ്ടുവരുന്നതുമായി കാണാം. അൻ മുജീബത്തുൽ ബാഹിലി അൻ നബിഹ ഔ അമ്മിഹ അന്നഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മൻ തലഖ. ബാഹിലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രമുഖനായ സ്വഹാബി, ആ നാട്ടുകാരനല്ല, ഇടക്കിടക്ക് നബിയെ കാണാൻ വരുന്ന ആളാ. ആ സ്വഹാബി ഒരു വർഷം റസൂലുള്ളാഹിനെ കാണാൻ വന്നു. വർഷത്തിൽ അദ്ദേഹം വരാ, എന്നിട്ട് തിരിച്ചു പോകും. അദ്ദേഹം അന്നും വന്നു, എന്നിട്ട് തിരിച്ചുപോയി. പോകുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ധാരാളം ഇടപഴകാനും ആ സമ്പർക്കമൊക്കെ കിട്ടി. നബി തങ്ങൾ അദ്ദേഹത്തെ മറക്കില്ല, അത്രത്തോളം സ്നേഹം പിടിച്ചു പറ്റി അദ്ദേഹം പോവാണ്. ഫഅതാഹു ബഅദ സന, അടുത്ത കൊല്ലം അദ്ദേഹം തിരിച്ചു വന്നു. ആ സമയത്ത് തഗയ്യറത ഹാലുഹു വഹൈഅതുഹു, ആ സ്വഹാബിയുടെ രൂപവും കോലവും ഒക്കെ മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, അമാ തഅരിഫുനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമൻ അൻത, ആരാണ് താങ്കൾ? അദ്ദേഹം പറഞ്ഞു, അനൽ ബാഹിലി, ഞാൻ ബാഹിലിയാണ് നബിയെ. അല്ലദീ ജിഅ്തുക ആമൽ അവൽ, കഴിഞ്ഞ വർഷവും ഞാൻ വന്നിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടുകൂടി സ്വഹാബിയോട് ചോദിച്ചു, ഫമാ ഗയ്യറക, എന്ത് പറ്റി നിനക്ക്? നിന്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. വഖദ് കുൻത ഹസനൽ ഹൈഅ, കാണാനൊക്കെ നല്ല ചുറുക്കുണ്ടായിരുന്നല്ലോ, നിനക്ക് കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം വരുമ്പോ, ഇതെന്ത് പറ്റി? അദ്ദേഹത്തോട് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നിന്റെ രൂപവും കോലവും ആരോഗ്യവും നിറവും ഒക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയേ, മാ അകൽതു തുആമൻ ഇല്ലാ ബിലൈൽ മുൻദു ഫാറഖ്തുക, കഴിഞ്ഞ കൊല്ലം അങ്ങയെ വിട്ടുപോയതിനു ശേഷം മിക്കവാറും ദിവസവും എനിക്ക് നോമ്പ് തന്നെയാ. ഞാൻ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല നബിയേ, ഞാൻ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. അങ്ങയെ വിട്ടുപോയിട്ട് ഞാൻ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത ദിവസം ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലിമഅദബത നഫ്സക, എന്തിനാടോ നിന്റെ ശരീരത്തെ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? സും ശഹ്റ സബ്രി, ക്ഷമയുടെ മാസമായ റമളാനിൽ നീ നോമ്പെടുക്കും. ഇനി അതിനപ്പുറം നിനക്ക് നോമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ വയൗമൻ മിൻ കുല്ലി ശഹ്ർ, ഇനി മുതൽക്ക് അതിനപ്പുറത്തേക്ക് നിനക്കൊരു നോമ്പ് വേണമെന്നുണ്ടാൽ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് എടുത്തോ. അപ്പൊ സ്വഹാബി പറഞ്ഞു, നബിയെ സിദ്നി, എനിക്ക് കൂടുതൽ വേണം. എനിക്കതിൽ കൂടുതൽ കഴിയും. മാസത്തിൽ ഒരു നോമ്പൽ അതിൽ കൂടുതൽ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ സും യൗമൈൻ, എന്നാൽ മാസത്തിൽ 2 സുന്നത്ത് നോമ്പെടുക്കും. അദ്ദേഹം പറഞ്ഞു, സിദ്നി, അല്ല എനിക്ക് അതിൽ കൂടുതൽ വേണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ മാസത്തിൽ 3 സുന്നത്ത് നോമ്പെടുത്തോ. റമദാന്റെ ഫർദ് നോമ്പിനപ്പുറം ഇനി മാസത്തിൽ 3 സുന്നത്ത് നോമ്പ് നീ എടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിയോട് പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, നബിയെ എനിക്ക് കൂടുതൽ ഇനിയും നോമ്പെടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്നാൽ പരിശുദ്ധമായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് പോലെയുള്ള ഈ 4 മാസം പവിത്രമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനത്തെ പവിത്രമായ മാസങ്ങളിൽ മാത്രം നീ നോമ്പെടുക്കണേ. അങ്ങനെ പറഞ്ഞ സ്വഹാബിയെ പ്രത്യേകം ഉപദേശിച്ചു എന്ന് ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സയ്യിദുൽ ബക്രി ആയനത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ അമറൽ മുഖാത്തബ ബിത്തർക്കി ലിഅന്നഹു കാന യശുഖു അലൈഹി ഇക്താർ സൗം. ആ സ്വഹാബിയുടെ ആരോഗ്യ നിലയെ പഠിച്ചിട്ട് ആരോഗ്യം
ആരോഗ്യപരമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതിന്റെ പേരിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിന്റെ കാര്യത്തിൽ ഇത്ര കർശനമായി ഇടപെട്ട് അദ്ദേഹത്തെ നിയന്ത്രിച്ചത് എന്ന് മഹാനായ സയ്യിദുൽ ബക്രി ആനത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾ അറിയേണ്ട 6 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 6 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, ആ നോമ്പ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് സംഭവിക്കുന്നതെന്ന് ഓർമ്മ വേണം. കാരണം ആ ദിവസങ്ങളിൽ അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടം ഉണ്ട് അടിമ അമല് ചെയ്ത് കാണാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് പ്രത്യേകമായ സുന്നത്തും ഉണ്ട്. ഒരു നോമ്പിന് 1 കൊല്ലത്തെ കൂലി, 9ാമത്തെ നോമ്പ് വരുമ്പോ 2 കൊല്ലമാണ്. അങ്ങനെ 10 വർഷം നോമ്പെടുത്ത കൂലി കിട്ടുന്നതോടൊപ്പം തന്നെ ആ രാത്രികൾ ഹയാത്താക്കിയാൽ ഓരോ രാത്രിക്കും 10 ലൈലത്ത്, ഒരു രാത്രിക്ക് ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയ കൂലി. അങ്ങനെയെങ്കിൽ ഓരോ രാത്രിക്കും ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയ 9 ലൈലത്തുൽ ഖദ്റിന്റെ കൂലിയും നമുക്ക് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, അറഫ നോമ്പിന്റെ കൂലി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ദുൽഹിജ്ജ 9ന്റെ അന്നത്തെ നോമ്പ്. പിന്നെ പറഞ്ഞത് 8ാമത്തെ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലവും വലിയ പ്രതിഫലമാണ്. അതും അറിഞ്ഞിരിക്കണം, ഒഴിവാക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞത് റമദാന്റെ നോമ്പിൽ നാം പാലിക്കുന്ന എല്ലാ സൂക്ഷ്മതയും ഉണ്ടായിരിക്കണം. 5ാമത് പറഞ്ഞത് നിയ്യത്ത് വെക്കുമ്പോ ഖളാ വീട്ടാനുള്ളവർ ഖളാ ആയ ഫർദ് നോമ്പ് ഖളാ വീട്ടാനുള്ള നോമ്പിന്റെ നിയ്യത്ത് തലേ രാത്രി തന്നെ വെക്കണം. സുന്നത്തിനെ കരുതാം കരുതാതിരിക്കാം, രണ്ടായാലും പിറ്റേ പകലിലെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ പറഞ്ഞു ശരീരത്തിന്റെ ആഫിയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഖൈർ നൽകുക അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ വർഷത്തെ ഉളുഹിയ്യത്ത് കർമ്മങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അതിന്റെ മഹത്വം കൊണ്ട് എല്ലാ ആപത്ത്, മുസീബത്തുകൾ, പകർച്ചവ്യാധികൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള, വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ അല്ലാ. മക്കളുടെ പഠനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളോട് ദുആ വസിയത്തായി വാട്സാപ്പിലും മറ്റുമായി ധാരാളം ആളുകൾ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിനക്കറിയാം തമ്പുരാനെ, നിറവേറ്റി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. മഹാന്മാരായ ഹാജിമാരുടെ ദുആയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഹജ്ജ് ഫർളായവർക്ക് നിർവഹിക്കാൻ അടുത്ത വർഷം തന്നെ നീ അതിന്റെ ഭാഗ്യം നൽകണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോയവർക്ക് നീ അമലുകളും എല്ലാ കാര്യങ്ങളും യാത്രകളും ഒക്കെ എളുപ്പമാക്കുക അല്ലാ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.